ചായ ചായ എന്ന് പറയാൻ എന്ത് എളുപ്പം. കൊടുക്കാൻ എന്തെങ്കിലും കടിയും കൊണ്ട് വെക്കണം. ശശി, നമുക്കെത്ര വയസ്സായി ഇപ്പോ? എന്റെ വയസ്സ് എനിക്കറിയില്ല. എനിക്കറിയാം, എന്നാലും നമുക്ക് എത്ര വയസ്സായി? എന്റെ വയസ്സ് എനിക്കറിയില്ല. എനിക്ക് 42 എന്നാലും ഈ മാത്രം ഇപ്പൊ പെണ്ണിട്ടാതെ. ഓ തൊട്ടങ്ങി പള്ളിയിലച്ചേ. ഉപദേശിക്കാനാ ഭാവമെങ്കിൽ പോവാൻ എന്റെ തീരുമാനം. പോവല്ലടോ, ഈ ഒരു സസ്യാവല്ലേ. സിന്ധു ചായ കൊണ്ടുപോകുന്നത് കൊണ്ട് മാത്രം ഞാനിപ്പോ പോകുന്നില്ല. ചായ മാത്രമേ ഉള്ളൂ? എന്നും ഈ പണിക്ക് പോകുന്നില്ല വിശ്വ. ഞങ്ങൾക്കില്ലെങ്കിലും വേണ്ടിയില്ല, ആ പാറൂട്ടിക്കും സിന്ധുവിനും എന്തെങ്കിലും ഒന്ന് വാങ്ങിക്കൊടുത്തു എനിക്ക്. ഓ ഇയാളുടെ ഇവിടുത്തെ ചെലവ് നടത്തുന്നില്ലേ? ഇതിപ്പോ എന്റെ വീട്ടിലാണ് എന്താ സ്ഥിതി. വീനാണ് കട്ടനല്ല തരിക, ഇതിലാണ് പാലെങ്കിലും ഒഴിച്ചിട്ടുണ്ട്. അയ്യോ എന്തൊരു സുഖിപ്പിക്കല്ലേ. ആയിക്കോട്ടെ, എന്നെ പറ്റി നല്ല പറയുന്നില്ല പോരെ. സന്തോഷം. ഹലോ, അല്ല സിന്ധു, പാറൂട്ടി എവിടെ പോയി? അകത്തുണ്ട്. ഫോണിൽ കളിക്കാനുള്ള ദിവസമല്ലേ ഇപ്പൊ ഞായറാഴ്ച. കുട്ടികളായ കുറച്ച് ഫോണിലൊക്കെ കളിക്കണം, അതിൽ കുറച്ച് പഠിക്കാനൊക്കെ ഉണ്ട്. അയ്യോ, പഠിച്ച ഫോണല്ലേ. പരമേശ്വരൻ നാരാ വിളിച്ചത്, നമ്മളോട് പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലാൻ. കാര്യമൊന്നും പറഞ്ഞില്ലേ? ഇല്ല, നീ എന്റെ പേഴ്സും എടുത്തോ. ഇപ്പൊ എടുക്കാം. രതീഷ് നല്ല സുഖമില്ലാതെ ആശുപത്രി കൊണ്ടുപോയതാ, ഒന്നും സംഭവിച്ചില്ലേക്കൂലേ? ഈ എന്റെ കരുനാകൊന്ന് വളയ്ക്കാതെ നമുക്ക്. എന്താ ഉണ്ടായത്? നിങ്ങൾ എത്തിയോ? രതീഷിന് വല്ലതും പറ്റിയോ? ഓന് 2 ദിവസമായിട്ട് ചെറിയ പനി ഉണ്ടായിരുന്നു. അത് മാറി. നിങ്ങൾ ഇവിടെ നിക്കി, ഞാനിപ്പോ വരാം. വിവരക്കേട് ഈ ഒരു അലങ്കാരക്കല്ലേ? അതന്നെ. ഹലോ, എത്ര എണ്ണ? വില കൂടിയിട്ടുണ്ട്, 60 റുപ്യ. നീ ഒരു കാര്യം ചെയ്യ്, 10 മിനിറ്റ് കഴിഞ്ഞ് ഗോപാലേട്ടൻ്റെ കടയിലേക്ക് വാ, ഞാൻ അവിടെ ഉണ്ടാവും. ഹാൻസനായിരിക്കൂലേ? അതെ, നമ്മുടെ മനോജാ. എന്നാ വൈകണ്ട, നമ്മള് പോവാ. ഇവനെ നിങ്ങൾക്ക് മനസ്സിലായോ? സുരൻ. അല്ല സുരേ, എവിടെ ആയിരുന്നു ഇത്രയും കാലോ? നിങ്ങൾ സംസാരിക്കും. ഇവനാ പഴയ ഉണ്ടമ്പൊരി എന്നെ. കട്ടിമീശ വന്നുള്ള ഒരു മാറ്റം മാത്രമേ ഇവനുള്ളൂ. എന്നാലും ആ സുരൻ എവിടെ ആയിരുന്നു? ബംഗാളിൽ തന്നെ. അതെങ്ങനെയാ ബിജു, എനക്കറിയാ. അവന്റെ വലുപ്പ രൂപം കണ്ടില്ലേ? ഒരു ബംഗാളി ലുക്കില്ലേ? അത് ശരിയാ. എങ്ങനെ നാട് വിട്ടാലും ഓൻ തിരിച്ചു വരും. പത്മിനിയമ്മ ഞാട്ടിപ്പാറ അമ്പലത്തില് ഉരുളി കമത്തിണ്ടായ മോനമായി. രണ്ടാമത്തെ ഉണ്ടാവാൻ പത്മിനിയമ്മ ഉരുളി മലർത്തി വെച്ചിണ്ടാവും, അതാ പോന അങ്ങനെ ആയത്. ഗുരുത്തല്ലാത്ത എന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാലേ നിങ്ങൾ 2 ചാക്ക് കുരുത്തം കൊണ്ടുവയ്ക്കി, ഞാൻ 2 കിലോ ദിവസവും വാങ്ങിക്കോളാം. ഗോപാലേട്ടാ, നിങ്ങളൊരു സോഡം കിടക്കി. ബിജു, ഒരു പകുതി കിടക്ക്. ഇന്ന് വില കൊടുട്ടോ? ഇന്ന് 1-ാം തീയതി എന്നറിയാം, എന്നാലും സാധനം കിടക്ക്. ഗോപാലേട്ടാ, നമ്മള് ബിജുവിനെ കണ്ടോ? ബിജു പുറകിലുണ്ട്. ബിജു, നിന്നതാ ശശി വിളിക്കുന്ന.
മെല്ലെ മടുത്ത് ആയിരം ഷാപ്പുകൾ അടയ്ക്കുന്നുണ്ട്. എന്താടോ ഒന്നെടുക്കാണ്ടോ? ഇന്ന് 1-ാം തീയതി അല്ലേ? എപ്പോഴോ തീർന്ന്. അയ്യോ, പകുതിയുള്ള സന്തോഷം കൊടുത്ത്. നിങ്ങളൊന്നും സ്ഥിരടിക്കാത്തവരല്ലേ, പിന്നെന്താ ഇന്നൊരു പ്രത്യേകത? ആ സുരൻ്റെ ഒരു പൂതി, ഒന്ന് കമ്പനി കൂടിയാലോന്ന്. നമ്മളെ CI രമേശ സാറിന് കൊണ്ടുവച്ച ഒന്നുണ്ട്. എന്നാൽ അതെടുത്ത് കൊടുക്കടോ. അത് ലോക്കലല്ല, പൈസ കൂടും. എന്തായാലും ഈ അത് എടുക്ക്. എത്രയാ? ആ 1.5. ഉണ്ട്. എന്നാ ശരി. 1, 2, 3. സിന്ധു, ചിക്കനായില്ലേ? എന്റെ പണി എപ്പോഴോ കഴിഞ്ഞു. സിന്ധുവിന്റെ കൈപ്പുണ്യം അത് വേറെ ലെവലാ. വല്ലാതെ തള്ളലിരുവേട്ടാ. സുരേ, ഈ പറഞ്ഞ മുഴുമിച്ചില്ല. അങ്ങനെ ഞാൻ റെയിൽവേ സ്റ്റേഷനിലെത്തി. ദിക്കൊന്നും അറിയില്ല. വന്ന വണ്ടിയിൽ ഞാൻ കയറി. 2 ദിവസം കഴിഞ്ഞ് ആ വണ്ടി എത്തിയത് കല്യാണം എന്ന സ്റ്റേഷനിലാണ്. അല്ല ചങ്ങായി, ഭാഷ അറിയാതെ നീ എങ്ങനെയാടെ പിടിച്ചെന്ന്? ചെന്ന് വിട്ടത് ബോംബെ എന്ന നഗരത്തിലെ ഒരു ചോട്ട അധോലോകത്തേക്കാ. അതോലോകോ? അതെ, മലയാളിയായിരുന്ന മോഹൻജി ആയിരുന്നു അതിന്റെ തലവൻ. ആ ശാശി എത്തിയല്ലോ. അല്ല, കിട്ടിയോ? കിട്ടി. പൈസ കൂട്ടി വാങ്ങാനുള്ള ബിജുവിന്റെ ഒരു ജാട. എന്തായാലും കിട്ടിയില്ലേ, നമുക്ക് അകത്തേക്ക് ഇരിക്കാം. വാ. അച്ഛനെന്തോ മണക്കുന്നു. അച്ഛനെ എന്ത് മണക്കാനാ? അച്ഛനൊരു കഷായം കുടിച്ചതാ. അതെ, സുരേഷ് മാമ വന്ന സന്തോഷത്തിന് കുടിച്ച കഷായ മോളെ. എനിക്കറിയാം, കഷായല്ല ബ്രാൻഡിയ. രവിമാമൻ പറയുന്ന ഞാൻ കേട്ടല്ലോ. ഈ അകത്ത് പോയി ഫോൺ കളിച്ചോണ്ട് ഓറഞ്ച് കഴിച്ചോ? ഇല്ല, ഞാൻ അവിടെ ഇരിക്കുക. അവിടെ ഇരുന്നോ. ഞങ്ങൾ പറയുന്നതിന്റെ ഇടയിൽ വലിയ വായിൽ വർത്താനം പറയരുത്. അല്ല, സുരേഷ് എന്തിനാ നാട് വിട്ടുപോയത്? വിവരക്കേട്, പക്വതയില്ലാത്തതിന്റെ വിവരക്കേട്. നിങ്ങളെ സംസാരത്തിൽ നിന്ന് കുറച്ചൊക്കെ മനസ്സിലായി. നിങ്ങൾ 4 പേരും ഒരുമിച്ച് പഠിച്ചവരാണെന്നും ഒരുമിച്ചാണ് നാടുവിടാൻ തീരുമാനിച്ചതെന്നും. പിന്നെന്താ അയാൾ മാത്രം? അതെ, 10ാം ക്ലാസ് വാർഷിക പരീക്ഷ എഴുതിയ സമയമായിരുന്നു. ഞങ്ങൾക്ക് 4 പേർക്കും തോൽക്കുമെന്ന പേടിയുണ്ട്. ആ പേടിയാണ് നാടുവിടാനുള്ള കാരണം. ഓരോരുത്തരും 500 രൂപ എടുക്കണമെന്നായിരുന്നു തീരുമാനം. പറഞ്ഞ ദിവസം എത്തിയപ്പോഴേക്കും പൈസ കിട്ടിയില്ല. അങ്ങനെ ഞങ്ങൾ 3 പേരും പിന്മാറി. നിങ്ങൾ 10ാം ക്ലാസ് ജയിക്കുകയും ചെയ്തു. റിസൾട്ട് വന്നപ്പോൾ ശശി ഒഴികെ 3 പേരും ജയിച്ചു. അതുമാത്രമല്ല, സുരേഷിന് ഫസ്റ്റ് ക്ലാസ്സും ഉണ്ടായിരുന്നു. പൊട്ടന്മാര്. ആ പൊട്ടത്തരത്തിന് മനസ്സിന് നീറ്റലുണ്ടായത് പരമേശ്വരൻ നായർക്കായിരുന്നു. 16 വർഷം കഴിഞ്ഞിട്ടും അവൻ വരാതിരുന്നപ്പോൾ ഇനി ഒരിക്കലും വരില്ലെന്ന് എല്ലാവരും കരുതി. അങ്ങനെയാണ് മന്ദബുദ്ധിയായ രതീഷിനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചത്. സന്നിധി അല്ലാതെ ഒരു പെൺകുട്ടിയും ആ രതീഷിനെ കല്യാണം കഴിക്കില്ല. അതല്ലാതെ അവളുടെ മുന്നിൽ വേറൊരു വഴിയില്ലായിരുന്നു. സുരക്ഷിതമായ ഒരിടമായിരുന്നു അവളുടെ ആവശ്യം. ആ, മോളുറങ്ങി. അയ്യോ, ഉറങ്ങിയോ? ചോറ് കൊടുത്തില്ല. മോളെ മോളെ പാറൂട്ടിയെ, എഴുന്നേക്ക്. വാ വാ.
ദേഷ്യം തോന്നാറുണ്ടോ? എന്തിന്? അമ്മയ്ക്കിപ്പോ എന്താ അങ്ങനെ തോന്നി? ഇപ്പോഴല്ല, എന്നും തോന്നുന്നതാ. ഒന്നിനും കഴിയില്ലാത്ത ഇവനെ നിന്റെ തലയിൽ കെട്ടിവെച്ച് പരിഹാരമില്ലാത്ത മഹാപാപം തന്നെയാ ഞങ്ങൾ നിന്നോട് ചെയ്തത്. എന്തൊക്കെയാ അമ്മേ പറയുന്നേ? ഭർത്താവ് ഇങ്ങനെയാണെങ്കിലും സ്വന്തം മോളെ പോലെ സ്നേഹിക്കുന്നു ഒരു അച്ഛനും അമ്മയും എനിക്ക് കിട്ടിയില്ല. കടം കൊണ്ട് പൊറുതുമുട്ടി കെട്ടിത്തൂങ്ങി ചത്ത അച്ഛനും അമ്മയും കൂടെ കൊണ്ടുപോയില്ല എന്നുള്ള പരാതിയൊന്നും എനിക്കില്ല. അമ്മയുടെ ക്രൂരതയും അടുക്കളയിലെ യാതനയും അതിലും വലുതൊന്നും എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. മതി മതി മോളെ, വാ. സുരേ, ഈ വാങ്ങിയില്ലേ? ഇല്ല, വിജി വരുന്നേ ഉള്ളൂ. എന്നാ ഈ വാങ്ങി വാ, ഞങ്ങൾ വീട്ടിൽ പോയിട്ട് അവിടെ എത്താം. നിങ്ങൾ പോയി വരി, ഞാനും സൂര്യ അടുത്താ. ഈ വീട്ടിൽ പോകണ്ടേ? നിങ്ങൾക്കല്ലേ പെണ്ണും പിടക്കുകയോ ഒക്കെ ഉള്ളത്. എനിക്ക് എപ്പോൾ പോയാലും മതി. ഇതിലാരാ സുരേഷ്? ഞാനാ. എന്താ കാര്യം? ഞാൻ വിളിച്ചിരുന്നല്ലോ. അത് ഈയായിരുന്നു. എന്നാ വാ. ഗോപലേട്ടാ, ഒരു സിഗരറ്റ്. ആ, ഇതുപോലെ ഒരുപാട് കുട്ടികൾ സുരേഷിനെ അന്വേഷിച്ച് ഇവിടെ വരാറുണ്ട്. അതെന്തെങ്കിലും ആകട്ടെ. ബിജു എപ്പോഴാ പോയത്? അവനും സന്തോഷം കൂടി ഉച്ചയ്ക്ക് മുമ്പ് പോയിട്ടുണ്ട്. എന്നാ വൈകും. സന്തോഷിനെ ഹാൻസ് ലോറി വന്നിട്ടുണ്ടാവില്ല. ലോറിയിലാ കൊണ്ടുവരാ? പിന്നെ പച്ചക്കറി കൊണ്ടുവരുന്ന ലോറിയിലാണ് കൊണ്ടുവരുന്നത്. വിളിച്ചിട്ട് വന്നാ മതി. പിന്നെ വന്ന കാര്യം ആരോടും പറയണ്ട. ഓ, വന്നല്ലോ പൊന്നുമക്കള്. ഇപ്പം വരാന്ന് പറഞ്ഞിട്ട് സമയത്തിനായിടോ. കുടിക്കാൻ തോന്നുമ്പോ മുന്നിൽ കിട്ടണമെങ്കിലേ ബാറ് പോണം. ഒരു കല്യാണത്തിനുള്ള ആളാ ബീവറേജില്. തല്ല് കൂടിയിട്ടാ സാധനങ്ങൾ വാങ്ങി. ആ, ഏതായാലും ഒന്ന് എടുക്കീ. വിഷയം സ്ഥിര അടിക്കാരനായി. വിശേഷന് എത്ര അടിച്ചാലും മുഖത്തറിയില്ല. അതേ, അതവൻ്റെ ആരോഗ്യം കൊണ്ടാ. ഇങ്ങനെ പോയാലേ അതും ഇല്ലാണ്ടാവും. എന്നാ പിടിച്ചോ, പൈസ കൊടുത്തോ. വാ പോവാം. ഇന്നലെ ബാങ്കിൽ അടയ്ക്കാൻ കൊണ്ടുപോയാല് 300 നോട്ട്, കള്ളനോട്ട്.
എന്നിട്ട് എന്താക്കി? എന്താക്കാനാ, ഗാന്ധിജീന്റെ പകുതി എൻ്റെ കയ്യിലും പകുതി ബാങ്കിലും ഉണ്ട്. അല്ല, ബാങ്കാര് എന്നോട് വരയ്ക്കലല്ല ചെയ്യേ. ചിലരങ്ങനെ ചെയ്യും. വേറെ ചിലർ ദേ നോട്ട് ഇങ്ങനെ എടുത്ത് തിരിച്ചും മറിച്ചും നോക്കും, എന്നിട്ട് മെഷീനിലേക്ക് അങ്ങ് വെക്കും. കള്ളനോട്ടാണെങ്കിൽ ദേ മുഖത്ത് നോക്കി ഇങ്ങനെ കീറും. എടോ, ഇത് നാളെ എടുക്കണ്ട ലോട്ടറി അല്ലടോ. എന്താണോ? അമ്മ അച്ഛനെന്താ വരാത്ത? ഉറ്റ ചങ്ങാതി സുരേഷിന്റെ കൂടെ കാണും. ആ കുരുത്തം കെട്ടാൻ വന്നേ പിന്നെ വിശേഷ ആളാകെ മാറി. അച്ഛൻ വരുമ്പോ കളർ പെൻസിൽ കൊണ്ടുവരൂലേ അമ്മ? ആർക്കറിയാം, കൊണ്ടുവന്നാ കാണാം. ആ അച്ഛൻ വന്ന്. അച്ഛ കളർ പെൻസിൽ കൊണ്ടുവന്നോ? ഇല്ല, നാളെ വാങ്ങാം. എന്തേ തിന്നണില്ലേ? നന്ദനെ പോലെ നീയും തുടങ്ങ, വേണേ തിന്നോ. അച്ഛനമ്മ അവിടെ പോയി? അമ്പലത്തിൽ പോയതാ. എന്തേ കാണിക്കുന്നേ? വിടൂ. ആരും കാണൂല, പേടിക്കണ്ട. കൈയെടുക്ക്. വേണ്ട, അച്ഛനമ്മ വരും. അവരത് കണ്ടാൽ കാണുന്നതല്ലേ പ്രശ്നം? അതിന് കാണാൻ ഇവിടെ ആരും ഇല്ലല്ലോ. ബന്ധത്തിന്റെ വിലയറിയാത്തവൻ. പോ.
ഈശ്വര. കൃഷ്ണ. യശോദേച്ചിയെ കാണാൻ മല്ലിശ്ശേരി ഒന്ന് കയറിയാലോ? ഇയാള് പോയിക്കോ, ഞാൻ പിന്നെ എപ്പോഴെങ്കിലും വരാം. നിങ്ങൾ കൂടെ ഉണ്ടായിട്ടും കയറാതെ പോയാൽ ചേച്ചിക്ക് അതൊരു പ്രയാസമാവും. എന്നാ ഉച്ചയൂണ് സമയത്ത് ഞാൻ അങ്ങോട്ട് എത്താം. എന്നാ അങ്ങനെ ആവട്ടെ. അല്ല, വീട്ടിൽ പോയിട്ട് ഇപ്പൊ എന്താ കാര്യം? ഞാൻ പറഞ്ഞില്ലേ സുരേഷിനൊരു പെണ്ണിന്റെ കാര്യം. ഓ, അത് ഞാൻ മറന്നു. കുമാരൻ എപ്പോഴാ വീട്ടിലേക്ക് വരിക? ഒരു 10:30-11 മണിയാകുമ്പോ വരുന്നാ പറഞ്ഞ്. എന്നാ ഞാൻ പോകുന്നേ. ശരി. ദേ, ഉച്ചക്ക് മറക്കണ്ട. ഇല്ലാന്ന്. എല്ലാം ഒരു നിമിത്തമാണെന്ന് കരുതിയാൽ മതി. ഈ അപരാധം ദൈവം പോലും പൊറുക്കില്ല. നിന്റെ കാര്യത്തിൽ ദൈവത്തിന് ഇപ്പോഴായിരിക്കും തൃപ്തിയായിട്ടുണ്ടാവുക. രതീഷ് അങ്ങനെയാണെന്ന് കരുതി നീ നിന്റെ സുഖങ്ങൾ വേണ്ടാന്ന് വെക്കണോ? ഞാൻ മാറ്റിവെച്ച സുഖങ്ങളിൽ ഒന്നാണിത്. അച്ഛനും അമ്മയും അവരുടെ സ്വപ്നങ്ങൾ നടപ്പിലാക്കിയപ്പോൾ നീ ഒരു പെണ്ണാണെന്ന കാര്യം അവർ ചിന്തിച്ചില്ല. അതുകൊണ്ട് തന്നെ ഒരു പെണ്ണിന് കിട്ടേണ്ട സുഖങ്ങളെല്ലാം നിനക്ക് ഞാൻ തരും. ഇനി എന്താ ചെയ്യാ? പുറത്തറിഞ്ഞാ ഇതിലും വലിയ നാണക്കേടുണ്ടോ? ഞാനൊരു കാര്യം പറയട്ടെ. നമുക്ക് സനിതേനെ സുരേഷിനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചാലോ? നിങ്ങൾ എന്തു ഭ്രാന്തായി പറയുന്നത്? വിവരമില്ലാത്തവനാണെങ്കിലും നമ്മളെ മോനല്ലേ രതീഷ്. ബുദ്ധിയും വിവരമില്ലാത്ത മോനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചുള്ളൂ. സനിത എന്ന പെണ്ണിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചില്ല. നിങ്ങൾ എന്തായി പറഞ്ഞു വരുന്നത്? ഈ കാര്യത്തിൽ അവൾ തെറ്റുകാരിയല്ല. എന്നാലും അവൾക്കുണ്ടാവില്ലേ മോഹങ്ങളും സ്വപ്നങ്ങളും. നിലവിൽ അവള് രതീഷിന്റെ ഭാര്യയല്ലേ? ആ ബന്ധം നിയമപരമായി വേർപെടുത്തിയിട്ട് അവൾക്കൊരു ജീവിതം കൊടുക്കുക. അതേ ഇക്കാര്യത്തിൽ എനിക്ക് പറയാനുള്ളൂ. സുരേഷും രതീഷും എനിക്ക് മക്കളാ. സുരേഷിനും സനിതയ്ക്കും സമ്മതമാണെങ്കിൽ നമുക്കതങ്ങ് നടത്താം. ചോറ് വെക്കാൻ അരിയില്ല, ഒന്ന് വാങ്ങി വരുമോ? നിന്റെ കയ്യിൽ ഒരു 5 പൈസ അല്ലടി. എങ്ങനെ ഉണ്ടാവാനാ? പണിക്ക് പോയിട്ട് എത്ര ദിവസമായി? ഇത് മോന്താൻ പൈസ ഉണ്ടാവും. എടി, ഇതെന്റെ സുര സനിതേനെ കല്യാണം കഴിച്ചെന്റെ ചെലവാ. രതീഷ് പൊട്ടനും മന്ദബുദ്ധിയൊക്കെ ആണെങ്കിലും അവക്ക് ഇതുവരെ മനസ്സമാധാനെങ്കിലും ഉണ്ടായിരുന്നു.
എന്താടി എന്റെ സുരനൊരു കുറവ്? ഒരു കുറവുമില്ല, എല്ലാം കുറച്ച് കൂടുതലേ ഉള്ളൂ. ചേലക്കാതെ നിന്നോ നീ? എത്ര സന്തോഷമായിട്ടാ നമ്മൾ ഇതുവരെ ജീവിച്ചത്. ആ കാലമാറിനെ എന്നും ഇങ്ങോട്ട് കെട്ടിയെടുത്തോ അന്ന് തുടങ്ങി ഇവിടുത്തെ കഷ്ടകാലം. എടി മൂദേവി, എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, മറ്റുള്ളവരെ പറ്റി ഒരു അക്ഷരം പറഞ്ഞ എന്റെ കുടുംബത്തെ ബാധിക്കുന്നതായാൽ ആരെ പറ്റിയും ഞാൻ പറയും. നീ പറയോ? പറയൂ, ഒന്നല്ല പലതവണ പറയൂ. എന്നാ നീ ഒന്ന് പറയ്. ബിജു, ഇപ്പൊ തന്നെ ഈ എത്രയാ പൈസ തരാള്? ഇതൊന്നും ബീവറേന്ന് വെറുതെ കിട്ടണല്ല. എല്ലാവരും കുടിക്കുന്നവർ തന്നെയാണ് എന്ന് കരുതി ഇത് മാത്രം ഉന്നം വെച്ച് നടക്കുന്നവരെല്ലാവരും. ഇന്നുകൂടി ഈ എനിക്ക് കടം തരണം ബിജു. തരാനുള്ളത് മുഴുവൻ ഞാൻ തരും. ഞാൻ പറഞ്ഞില്ലേ, ബീവറേജും സപ്ലൈക്കൊന്നും എന്റെ അച്ഛൻ വാസുവിന്റെ അല്ല. ഞങ്ങളെ കച്ചവടം പൊട്ടിക്കാതെ ഒന്ന് പോയേ. വിശ്വൻ രാവിലെ തന്നെ തുടങ്ങി. എങ്ങനെ നടന്നോരാ? ഒരുത്തം വീണു പോയപ്പോ കൈ നീട്ടിക്കൊടുക്കാനുള്ള മനസ്സ് പോലും കാണിക്കാത്തവരാ നിങ്ങൾ. അതിന് ഞങ്ങൾ എന്ത് ചെയ്ത്? നിങ്ങൾ ഒന്നും ചെയ്തില്ല, അത് തന്നെ. സിന്ധു മോളും പോയപ്പോ നിങ്ങൾ വേണ്ടതുപോലെ ഇടപെട്ടിരുന്നെങ്കിൽ വിശ്വന് ഗതി വരില്ലായിരുന്നു. ബിജു, ഈ ഒന്നും ഇങ്ങോട്ട് എടുക്ക്. വിശ്വേട്ടനോട് അങ്ങനെ പറയണ്ടില്ലായിരുന്നു. തോന്നേണ്ടത് തോന്നേണ്ട സമയത്ത് തോന്നണം സന്തോഷായി. വിശ്വനെപ്പോലൊരു നല്ലൊരു മനുഷ്യൻ ഈ നാട്ടിൽ വേറില്ലേ. വെള്ളം എടുക്കണേ. വെള്ളം വേഗലുണ്ട്. ഗോപാലേട്ടൻ പറഞ്ഞതാ ശരി. എന്ത് ശരി? സിന്ധു പോയത് അവളുടെ അഹങ്കാരം. ഭാര്യയും കുട്ടികളും ഇല്ലാതെ നിനക്ക് അങ്ങനെ തോന്നൂ? നിനക്കറിയാലോ, വിശ്വന്റെ ജീവനായിരുന്നു പാറുട്ടി. ആ പ്രശ്നം തീർക്കാൻ നമ്മൾ എന്തെങ്കിലും ചെയ്തോ? അങ്ങനെ ഒരാവശ്യം അവൻ നമ്മളോട് പറഞ്ഞോ? അതെ, പറഞ്ഞോ. എത്ര വലിയ സുഹൃത്തുക്കളായാലും പ്രശ്നങ്ങൾ തുറന്നു പറയണം, എന്നാലേ പരിഹാരം ഉണ്ടാവും. എനിക്കിന്ന് വേണ്ട, നിങ്ങൾ നോക്കി, ഞാൻ പോവാ. എനക്ക് വേണ്ട, ഈ കുടിക്കണ്ട. എല്ലാ മൂടും പോയി. മൂടിപ്പോ വരൂ. ഇത് പിടി. പോകണ്ട പോകണ്ട. സുരേഷേട്ടാ, നീയോ? ഈ എന്തിനാ അങ്ങോട്ട് വന്നേ? നിങ്ങളെ കാണാൻ. ഒന്ന് ഫോൺ വിളിച്ചാ പോരെ? കയ്യിൽ മണി വേണ്ടേ? നിങ്ങൾ വെറുതെ തരില്ലല്ലോ, അതുകൊണ്ട് ഫോൺ വിറ്റു. വേഗം എടുക്ക്, വേഗം വേഗം, നിക്കാൻ സമയമില്ല. താ. എന്ത് മഴയാ! വിശ്വ, വിശ്വ, ഇവിടെ അല്ലേ? വിശ്വ, 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 ഇവനിതെവിടെ പോയി വാതിലും പൂട്ടിട്ടു?
വാ മോളങ്ങോട്ട് കൊണ്ട. സന്തോഷായടാ. നീ പിടുത്തം വിട്ടപ്പോ എത്ര വിഷമിച്ചെന്നറിയൂ. ആ കൂട്ടുകെട്ട് അവസാനിപ്പിച്ചില്ലെങ്കിൽ ജീവിതം നശിക്കും. നിർത്തിയടാ. നീ ഇല്ലാത്ത ഒരു കൂട്ടുകെട്ടും എനിക്കിനി വേണ്ട. എന്നാലും നീ വല്ലാത്തൊരു പണിയാ കാണിച്ചത്. ഞാനന്ന് മോളെയും കൊണ്ട് പോയില്ലായിരുന്നെങ്കിൽ ചിലപ്പോ ഞാനും മോളും. അതൊക്കെ പോട്ടെ, ഇപ്പൊ സന്തോഷായില്ലേ? ആറുട്ടിയെ വിഷയം കള്ളുകൂടി നിർത്തിയടാ. നാളെ മുതൽ ഞാനും ഉണ്ടാവും പണിക്ക്. ഞാനത് പറയാനിരിക്കായിരുന്നു. സന്തോഷായടാ. നാളെ ഞാനവിടെ ഉണ്ടാവും. നാളെ കാണാം. പോട്ടെ. സുരേഷ് അല്ലേ ഇവിടെ? ഉണ്ട് സാർ. എന്നാ വിളിക്കേ. എന്താ സാറേ? നിങ്ങളാണോ സുരേഷ്? അല്ല, എന്റെ മകനാ. എന്നാലും അവൻ വരട്ടെ, പറയാം. മോനെ, എടാ ഓടല്ലേ, എന്താ കാര്യം? സുരേട്ടാ, എന്താ കാര്യം പറയേ? എന്തിനാ സാറേ? ഈ എന്താടാ പോലീസുകാരെ പറ്റി വിചാരിച്ചത്? വെറും ഉണ്ണാക്കന്മാരാണ്. നിന്റെ ബിസിനസ് ഇന്ന് ഞങ്ങൾ കൂട്ടും. നടക്കട അങ്ങോട്ട്, അങ്ങോട്ട് നടക്ക്. പെൺകുട്ടിയെ ക്രൂരമായി കൊന്ന് കുറ്റിക്കാട്ടി തള്ളി ഇവിടെ അടയിരിക്കുവാണ് താൻ. സാറേ, സാർ നാളെ തെറ്റിയതാവും. അവൻ ആരെയും കൊല്ലാൻ കഴിയില്ല. ആളെ തെറ്റിയിട്ടൊന്നുമില്ല. ഇവന് കഴിയോന്ന് ഞാൻ തെളിയിച്ചു തരാം. ഇല്ല സാർ, ഞാൻ ആരെയും കൊന്നിട്ടില്ല. പിന്നെ എന്തിനാടാ നീ ഓടി? പറയടാ. അത് വരും കണ്ടോ, മയക്കുമരുന്ന് ബിസിനസ് അല്ലടാ. ബാക്കി നീ പറയണ്ട. അവനെ കൊണ്ടുവാ. എന്തൊക്കെ അനുഭവിക്കണം. ഇനി ഇവൻ പറയും. പറയടാ, എന്താ ഇന്നലെ സംഭവിച്ചത്? പറയാൻ. ഇല്ലെങ്കിൽ ഇടിച്ച് പണ്ടം കലക്കും ഞാൻ. പറയടാ. പറയാൻ. ഹലോ, ആ ഞാൻ പറ്റി. ശശിയെ, എടാ ശശിയെ, നീ പോയിക്കോ. ഈ പോരുന്നില്ലേ? ഞാൻ വന്നോളാം. ഇതാ ഇന്നലെ നടന്നത് സാർ. ഇതാ നടന്നത്. നടക്ക്. മോനെ, മോനെ. വാ പത്മിനി.
ചെയ്യരുത്